ഇഫ് യു ഡോണ്ട് മൈൻഡ് ക്യാൻ യു ലിസൺ ടു മീ? താങ്കൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്നെ ശ്രവിക്കാമോ? ഹലോ ഫ്രണ്ട്സ്, ലെറ്റ് us begin the 10th episode of Spoken English for Beginners. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കാമോ? ഇഫ് യു ഡോണ്ട് മൈൻഡ് ക്യാൻ യു ഹെൽപ്പ് മീ? അപ്പോൾ ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്ന് പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രേസാണ് ഇഫ് യു ഡോണ്ട് മൈൻഡ്. അത് വേറൊരിടത്തിൽ ചോദിക്കാം, ഡു യു മൈൻഡ് ഹെൽപ്പിംഗ് മീ? അതായത് എന്നെ സഹായിക്കുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ, ഒന്ന് സഹായിക്കാമോ എന്നർത്ഥം. ഉത്തരമായിട്ട് ഐ ഡോണ്ട് മൈൻഡ് ഹെൽപ്പിംഗ് യു. എനിക്കിതിനെ സഹായിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഐ ഡു മൈൻഡ് എന്നാണ് പറയുന്നതെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ട് ഉണ്ട് എന്നാണ്. ലെറ്റ് us go over to a സൂപ്പർ മാർക്കറ്റ്. നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്കൊക്കെ സാധാരണ സാധനങ്ങൾ മേടിക്കാൻ പോകുന്നവരാണല്ലോ. കുറച്ച് പലചരക്ക് വാങ്ങണമെന്ന് വിചാരിക്കുക. പലചരക്കിനുള്ള ഇംഗ്ലീഷ് വാക്കാണ് ഗ്രോസറി. അപ്പോൾ വി നീഡ് ടു ഗോ ടു എ ഗ്രോസറി ഷോപ്പ്. അപ്പോൾ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ സപ്ലയർ അല്ലെങ്കിൽ അവിടുത്തെ സപ്പോർട്ടിംഗ് സ്റ്റാഫ് ചോദിക്കുകയാണ്, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? എനിക്ക് എങ്ങനെയാണ് താങ്കളെ സഹായിക്കാൻ കഴിയുക? അപ്പോൾ ഞാൻ പറയുകയാണ്, ഐ നീഡ് സം ഓറഞ്ചസ് ആൻഡ് ആപ്പിൾസ്. എനിക്ക് കുറച്ച് ഓറഞ്ചും ആപ്പിളും വേണം. അപ്പോൾ എനിക്കതൊരു വില ചോദിക്കുകയാണ്. ഹൗ മച്ച് ആർ ദീസ് ഓറഞ്ചസ്? ഈ ഓറഞ്ചുകൾക്ക് എന്ന് പറയുമ്പോൾ എത്ര വിലയാവും? ഹൗ മച്ച് ഡു ദേ കോസ്റ്റ്? സോ ഷോപ്പ് കീപ്പർ പറയുകയാണ്, ഇറ്റ് കോസ്റ്റ് 40 rupees per kilo. ഇത് 1 കിലോയ്ക്ക് 40 രൂപയാണ്. ഓക്കെ, ഐ ബോട്ട് ഇറ്റ്. ഇനി എനിക്ക് ഒരു പാക്കറ്റ് പാല് വാങ്ങണമെന്ന് വിചാരിക്കാം. പാല് വരുന്ന ആ പാക്കറ്റിന് നമുക്ക് കാർട്ടൺ എന്ന് പറയാം. CARTON, കാർട്ടൺ. ഐ നീഡ് എ കാർട്ടൺ ഓഫ് മിൽക്ക്. എനിക്കൊരു പാക്കറ്റ് പാല് വേണം. അത് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. കുറച്ച് വെജിറ്റബിൾസ് അവിടെ കാണുക. അപ്പോൾ നമ്മൾ കണ്ട് പരിചയമില്ലെന്ന് വിചാരിക്കുക. ഇതെവിടെ നിന്നാണ് വരുന്നത്? വേർ ഡു ദീസ് വെജിറ്റബിൾസ് കം ഫ്രം? അപ്പോൾ അവിടെ നിൽക്കുന്ന സ്റ്റാഫ് ഉത്തരം പറയുകയാണ്, ദേ കം ഫ്രം തമിഴ്നാടു. അത് തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. ഹൗ മച്ച് ഡസ് എ കിലോ ഓഫ് ബ്രിഞ്ചോൾ കോസ്റ്റ്? 1 കിലോ വഴുതനങ്ങയ്ക്ക് എന്ത് വിലയാണ്? അപ്പോൾ സപ്ലയർ പറയുകയാണ്, എ കിലോ ഓഫ് ബ്രിഞ്ചോൾ കോസ്റ്റ് 30 rupees. 1 കിലോ വഴുതനയ്ക്ക് 30 രൂപയാണ്. ഓക്കെ, എൻ്റെ വീട്ടിൽ ഞാൻ പറയുകയാണ്, പഞ്ചസാര തീർന്നുപോയി. ഷുഗർ ആസ് റൺ ഔട്ട്. അത് തീർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ ഷുഗർ ഈസ് റണ്ണിങ് ഔട്ട്. വി നീഡ് ടു ഗോ ടു ദ ഗ്രോസറി ഷോപ്പ്. അപ്പോൾ റണ്ണിങ് ഔട്ട് എന്ന് പറയുമ്പോൾ അത് പുറത്തേക്ക് ഓടി എന്നർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത്, കഴിയാൻ പോവുകയാണ് അല്ലെങ്കിൽ കഴിഞ്ഞു എന്നുള്ളതാണ്. ഷുഗർ has run out or sugar is running out, we need to go to the grocery shop. നമ്മൾ പലചരക്കടയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞ് ക്യാഷ് കൗണ്ടർ ചെല്ലുമ്പോൾ അവിടുത്തെ സ്റ്റാഫ് ചോദിക്കുകയാണ്, ഹൗ ഡു യു പേ? നിങ്ങളെങ്ങനെയാണ് പേ ചെയ്യുന്നത്? ബൈ ക്യാഷ് ഓർ ബൈ കാർഡ്? സോ ഞാൻ പറയുകയാണ്, ഞാൻ പേ ചെയ്യുന്നത് ക്യാഷ് ഉപയോഗിച്ചാണ്. ഐ പേ ബൈ ക്യാഷ്, അല്ലെങ്കിൽ ഐ പേ ബൈ കാർഡ്. ഞാൻ ക്യാഷ് ഉപയോഗിച്ച് പേ ചെയ്യുന്നു അല്ലെങ്കിൽ കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യുന്നു. സോ പർച്ചേസ് ഈസ് ഓവർ, പേയ്മെൻറ്റ് ഈസ് ഡൺ, ആൻഡ് we come out of the market, and as we proceed we realize
ദാറ്റ് ഐ ഹാവ് ഫൊഗോട്ടൺ ടു ബൈ ഫ്യൂ മോർ ഐറ്റംസ്. കുറച്ച് ഐറ്റം കൂടി മേടിക്കാൻ മറന്നുപോയി എന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ തിരിച്ചു ചെല്ലുക. സോ ദ സ്റ്റാഫ് ഈസ് ആസ്കിങ്, യു ആർ ബാക്ക്, നിങ്ങൾ തിരിച്ചു വന്നിരിക്കുന്നു. യെസ്, ഐ ഫൊർഗോട്ട് ടു ബൈ സം ഐറ്റംസ്, ഞാൻ കുറച്ച് ഐറ്റംസ് മേടിക്കാൻ മറന്നുപോയി. ഓക്കെ, ദെൻ അഗെയിൻ ഈസ് ആസ്കിങ്, വാട്ട് ആർ ദോസ് ഐറ്റംസ്? ഞാൻ പറയുകയാണ്, ഐ നീഡ് എ ടൂത്ത് പേസ്റ്റ്. സോ അദ്ദേഹം ടൂത്ത് പേസ്റ്റ് എടുത്ത് തരികയാണ്. സോ ഐ എം ആസ്കിങ്, ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ്? സോ ഹീ സേസ്, ഇറ്റ് കോസ്റ്റ് 120 rupees. അപ്പോൾ അത് മേടിച്ച് കഴിഞ്ഞ്, ഐ നീഡ് സം ക്യാരറ്റ്സ് ടു, എനിക്ക് കുറച്ച് ക്യാരറ്റ് കൂടി വേണം. അദ്ദേഹം തരുമ്പോൾ പറയുകയാണ്, ഐ കാൺട്ട് ഫൈൻഡ് ദ പ്രൈസ് ടാഗ്, അതിൻ്റെ പ്രൈസ് ടാഗ് അതിലില്ല. ദ സ്റ്റാഫ് പറയുക, ഇറ്റ്സ് ഓക്കെ, ഇറ്റ് കോസ്റ്റ് 50 rupees എ കിലോ, ഒരു കിലോയ്ക്ക് 50 രൂപയാണ്. സോ ഏതെങ്കിലും ഐറ്റത്തിന് ഡിസ്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിക്കണമെന്നിരിക്കട്ടെ. എങ്ങനെയാണ് ചോദിക്കുക? ആർ ദീസ് ഐറ്റംസ് ഓൺ സെയിൽ? ആ ചോദ്യം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അവ വിൽക്കാൻ വെച്ചിട്ടുണ്ടോ എന്നുള്ള അർത്ഥത്തിലല്ല, അവയ്ക്ക് ഡിസ്കൗണ്ട് ഉണ്ടോ എന്നർത്ഥത്തിലാണ്. സോ അവിടെ ഉത്തരം പറയുകയാണ്, ദർ ഈസ് എ 20% ഡിസ്കൗണ്ട് ഓൺ ഡിറ്റർജൻസ്. ഈ ഡിറ്റർജൻസ് എന്ന് പറയുന്നത് സോപ്പ് പൊടിയാണ്. അപ്പം അതിന് 20% ഡിസ്കൗണ്ട് ഉണ്ട്. സോ വി ഡിസൈഡ് ടു ബൈ ദ ഡിറ്റർജൻറ്റ്. അപ്പോൾ ഡിറ്റർജൻറ്റ് വാങ്ങാനായിട്ട് തീരുമാനിച്ചു. സോ ഈ പർച്ചേസ് ഡിറ്റർജൻറ്റ് ഓൾസോ. ദെൻ ആ ചോദിക്കുകയാണ്, ഹൗ മച്ച് ഈസ് എ ടോട്ടൽ? ടോട്ടൽ എത്ര രൂപയായി? സോ ദ ഷോപ്കീപ്പർ ഇസ് സെയിങ്, ആഫ്റ്റർ ഡിസ്കൗണ്ട് ഇറ്റ് ഈസ് 250 rupees. ഡിസ്കൗണ്ട് കുറച്ച് അത് മാറ്റിവെച്ചതിന് ശേഷം 250 രൂപയാണ്. സോ വിത്ത് ദാറ്റ് അഡീഷണൽ പർച്ചേസ് വി ആർ റിട്ടേണിംഗ് ആഫ്റ്റർ ദാറ്റ്. സോ ഷോപ്കീപ്പർ സേസ്, താങ്ക് യു ഫോർ പർച്ചേസിങ് ഫ്രം ഹിയർ. ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിയതിന് നന്ദി. എൻ്റെ ഉത്തരമാണ്, മൈ പ്ലഷർ. ഇവിടെ വരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അവിടെ നിന്ന് പുറത്തിറങ്ങി നമ്മളൊരു മൂവി തിയേറ്ററിലേക്ക് പോവുകയാണെന്നിരിക്കട്ടെ. അവിടെ ചെന്ന് കഴിയുമ്പം സ്റ്റാഫ് അവിടെയുണ്ട്. ചോദിക്കുകയാണ്, ഏത് സിനിമയാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്? വിച്ച് മൂവി ഈസ് ബീങ് സ്റ്റേജ്ഡ് നൗ? ഏതാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്? സോ ദ സ്റ്റാഫ് ഈസ് സെയിങ്, ദ ഇമേജറി എന്ന ഇംഗ്ലീഷ് സിനിമയാണ്. ആൻ ഇംഗ്ലീഷ് ഫിലിം ബൈ നെയിം ഇമേജറി ഈസ് ബീങ് ഷോൺ നൗ എന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുക. അപ്പോൾ എൻ്റെ ചോദ്യമാണ്, ഹൗ മച്ച് ഡസ് എ ബാൽക്കണി ടിക്കറ്റ് കോസ്റ്റ്? ബാൽക്കണിയിൽ പോയിരിക്കാൻ എത്ര രൂപയുടെ ടിക്കറ്റ് എടുക്കണം? ഹി സേസ്, ഇറ്റ് കോസ്റ്റ് 400 rupees. ബാൽക്കണിയിലേക്ക് പോകാൻ 400 രൂപയാണ്. സിനിമ എത്ര നേരമുണ്ട്? വാട്ട് ഈസ് ദ ഡ്യൂറേഷൻ ഓഫ് ദ ഫിലിം? സ്റ്റാഫ് പറയാണ്, ഇറ്റ്സ് ഡ്യൂറേഷൻ ഈസ് 2 hours. 2 മണിക്കൂറാണ്. അപ്പോൾ ചോദിക്കുക, ഇതെപ്പോഴാണ് കഴിയുക? വെൻ വിൽ ദ മൂവി ഗെറ്റ് ഓവർ? ആൻസർ ഈസ്, ഇറ്റ് വിൽ ഗെറ്റ് ഓവർ അറ്റ് 5 PM. 5 മണിക്ക് സിനിമ കഴിയും. സിനിമാ ഹാളിൽ നിങ്ങൾ സ്നാക്സ് തരുമോ? വിൽ യു സെർവ് സ്നാക്സ് ഇൻ ദ തിയേറ്റർ? അദ്ദേഹം പറയാണ്, ഞങ്ങൾ തരും എന്നാണെങ്കിൽ യെസ് വി സെർവ് സ്നാക്സ് ഇൻ തിയേറ്റർ, ഇല്ലെങ്കിൽ നോ വി ഡോണ്ട് സെർവ് സ്നാക്സ് ഇൻ ദ തിയേറ്റർ. അവർ ചോദിക്കുകയാണ്, ആർ ദർ മെനി പീപ്പിൾ ടു വാച്ച് ദ മൂവി? സിനിമ കാണാൻ ഒത്തിരി പേർ വന്നിട്ടുണ്ടോ? യെസ് ദർ ആർ മെനി. മെനി ഹാവ് ടേൺഡ് അപ്പ് ടുഡേ. അതിൻ്റെ അർത്ഥം ഇന്ന് പലരും വന്നിട്ടുണ്ട്, ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ട്. മെനി ഹാവ് ടേൺഡ് അപ്പ് ടുഡേ. അപ്പോൾ ഉത്തരം പറയാം, ഒരുപക്ഷെ ഇന്ന് അവധി ആയതുകൊണ്ടാവാം. മേ ബി ബിക്കോസ് ഇറ്റ്സ് എ ഹോളിഡേ. മെനി ഹാവ് കം വിത്ത് ദർ ഫാമിലീസ്. പലരും
കുടുംബത്തോടൊപ്പം വന്നിട്ടുണ്ട്. ചോദിക്കുകയാണ്, ഹൂ ഈസ് ദ ഹീറോ ആൻഡ് ഹീറോയിൻ? ഹൂ ഈസ് ദ ഹീറോ? ദ ഹീറോ ഈസ് ടോം ക്രൂസ്. ഹൂ ഈസ് ദ ഹീറോയിൻ? ഹീറോയിൻ ഈസ് ആഞ്ചലീന ജോളി. Then the customer is saying, give me a ticket. എനിക്കൊരു ടിക്കറ്റ് തരിക. Answer, here it is. Have an enjoyable time. I hope what we learned today is helpful for you. As I always say, kindly read and write it again and again. I make it part of your language. ഈ പുതിയ കിട്ടുന്ന വാക്കുകളെല്ലാം പഠിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി വീണ്ടും തന്നെ വാചകം ഉണ്ടാക്കി വീണ്ടും പഠിക്കുക. Make it become part of you. Thank you. If you want to subscribe, kindly subscribe the channel. If you like the video, kindly like it and share with your friends. May God bless you.